ചാനൽ. അപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയില്ലേ, നിങ്ങൾക്ക് സ്കൂൾ പൂട്ടിയില്ല, അപ്പോൾ എനിക്ക് സ്കൂൾ പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്കൂൾ പൂട്ടി. അപ്പോൾ എനിക്ക് ടൂറ് പോയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പപ്പൻ്റെ ചങ്ങായിമാരും കുട്ടികളൊക്കെ ഉണ്ട്. ഓലപ്പളാണ് പോണത്. ഓല എനിക്കറിയാം കേട്ടോ. അപ്പോൾ നമ്മൾ കടലുണ്ടിക്കാട്ടോ പോകണം. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ പോവാണ്. എൻ്റെ പപ്പ വരുന്നുണ്ട് കേട്ടോ, കാറിലാണ് വരുന്നത്. ഞാൻ വളരെ ഹാപ്പിയിലാണ്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കടലുണ്ടിക്ക് മറ്റേ കടലുണ്ടിക്ക് എത്തിക്കണം. ഇനി നമ്മൾ അങ്ങനല്ലേ കണ്ടൽക്കാടുകൾ കാണാൻ പോകണം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. പക്ഷെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ആ കണ്ടൽക്കാട് കാണാനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കണ്ടൽക്കാടുകൾ കാണാൻ പോകണം, തോണിയിൽ യാത്ര. അപ്പോൾ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഞാൻ വളരെ എക്സൈറ്റഡാണ്. അപ്പോൾ നമുക്ക് കണ്ടൽക്കാടുകൾ കാണാൻ പോവാം. അപ്പോൾ 7 തരം കണ്ടൽക്കാടുകളുണ്ട് കേട്ടോ. ഇത് നമുക്ക് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കാണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയേണ്ടത് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കാണ്ട്, എനിക്ക് 5ാം ക്ലാസ് പഠിക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നക്ഷത്ര അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. പിന്നെ ഭ്രാന്തൻ കണ്ടൽക്കാടൊക്കെ ഉണ്ട്. ആ നക്ഷത്ര കണ്ടൽക്കാട് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പൂവുണ്ട്, ഒരു കായ. ആ കായ നക്ഷത്രത്തിൻ്റെ ഷേപ്പ് വെക്കാനും. അപ്പോൾ അതിനാണ് നക്ഷത്ര കണ്ടൽക്കാട് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ട്രെയിന് കണ്ടിട്ടോ, ട്രെയിന്. അപ്പോൾ അതിനും കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള നല്ല വൈബ് സ്ഥലം കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. നമ്മളെ ബേക്കിൽ കുറേ തോണികളുണ്ട് കേട്ടോ. ഞങ്ങളൊരു തോണി മാത്രമല്ല, ബേക്കിൽ കുറേ തോണികളുണ്ട്, മുന്നിലും കുറേ തോണികളുണ്ട്. പിന്നെ ഇപ്പം ഈ കാണുന്ന തോണി ഞങ്ങളെ തോണി ആയിട്ട് ഒരാൾ, ഒരു കണ്ണൂർക്കാരനാണ്. ഞാൻ അയാളെ പരിചയപ്പെട്ടിരുന്നു. പേര് ഞാൻ ചോദിച്ചാൽ പേര് പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. അപ്പോൾ അദ്ദേഹം നമുക്ക് ആരെ എത്തുന്ന മത്സരിച്ച് നോക്കിയിരുന്നു. പിന്നെ ഞങ്ങൾ മാത്രമൊന്നുമല്ലായിരുന്നു കേട്ടോ, എൻ്റെ ഉപ്പാൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 കുടുംബങ്ങൾ ഒന്നിച്ചാണ് പോയത്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ കായ നക്ഷത്രത്തിൻ്റെ ഷേപ്പാണുള്ളത്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പ്ലേസാണ്. ഇവിടെ നിങ്ങൾ കുറേ ഫോട്ടോ എടുത്തിട്ടോ. ഈ പ്ലേസാണ് മറ്റേ ഭ്രാന്തൻ കണ്ടൽക്കാട് എന്ന് പറയുന്നത് കേട്ടോ. അത് തന്നെയാണ് കേട്ടത്. അപ്പോൾ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കിട്ടിയത് മുതലാക്കിയിട്ടോ. ഞാൻ ഫുൾ കിട്ടിയത് ഞാൻ മുതലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഭ്രാന്തൻ കണ്ടൽക്കാട്. അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോക്ക് പോസൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ കാലൊക്കെ നീട്ടിച്ച് വീഡിയോ എടുക്കട്ടെ. ഈ ഒരു പ്ലേസ് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട്. അവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നിനൊന്നിനും മെച്ചം, എല്ലാതും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ. കരിമീൻ പൊള്ളിച്ചതുണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാതും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നാടൻ ഫുഡായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വയറ് നിറച്ച് കഴിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഓരോന്ന് ടേസ്റ്റ് ചെയ്തു. എല്ലാതും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ളതല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിണ്ടി. നല്ല സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ കാണാൻ. നമുക്ക് പഠിക്കാനും പറ്റും അവിടെ. പിന്നെ അവിടുത്തെ ഫുഡ് എന്ന് വെച്ചാൽ അടിപൊളി ഫുഡ് കേട്ടോ. ഒന്നിനൊന്നും മെച്ചം, എല്ലാത്തിനും. നല്ല കരിമീൻ പൊള്ളിച്ചതുണ്ടായിരുന്നു, പിന്നെ ഞണ്ട് റോസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ചപ്പാത്തി, കപ്പ, ചിലർ പൂള എന്ന് പറയും, ചിലർ കപ്പ എന്ന് പറയും. അപ്പോൾ ഞാൻ പൂള എന്നാണ് പറയൽ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാതും ഒന്നിനൊന്നിനും മെച്ചം. എനിക്ക് അവിടുത്തെ എല്ലാ നാടൻ ഫുഡും എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. അല്ലാതെ ഒന്നിനൊന്നിനും മെച്ചിരുന്നു കേട്ടോ. എങ്ങനെ പറയണ്ടേ, എനിക്കത് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോവായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ഫുഡ് കേട്ടോ. നല്ല ഞണ്ട് റോസ്റ്റ്, അങ്ങനെ കരിമീൻ പൊള്ളിച്ചത് പലതും ഉണ്ടായിരുന്നു, ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് ഞാനൊക്കെ ഊഞ്ഞാലാടായിരുന്നു. ഞാൻ പിന്നെ ഉറക്കം തൂങ്ങിയിരിക്കുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് ബേപ്പൂർ ബീച്ചിലേക്കാണ്. അപ്പോൾ ബേപ്പൂർ ബീച്ചിൻ്റെ കല്ലുണ്ടല്ലോ, അവിടെ കയറിയിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ കടലിൽ ചെറുതായിട്ടൊന്നും കാലൊക്കെ ഇട്ടു. അല്ലാതെ ഞാനൊന്നും അങ്ങനെ
കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു, വെള്ളത്തിലിങ്ങനെ ആർമാദിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ജസ്റ്റ് ഒന്ന് കാലൊന്നും നനച്ചു അത്രേ ഉള്ളൂ. പിന്നെ നല്ല സൂര്യൻ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല ഭംഗി സൂര്യനെ കാണാൻ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ ഞാൻ, കുറച്ച് മാത്രം. പിന്നെ ഞാൻ കടലിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നീന്തുന്നു കേട്ടോ. നല്ല കവിത അല്ലെങ്കിൽ കഥയൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ എനിക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടത് ആ സൺസെറ്റാണ്, അതന്നെ. പിന്നെ ഞങ്ങൾ കാറോൾക്കടെ ജങ്കാറിലേക്ക് കയറി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ട കാഴ്ചകളാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നൈറ്റ് വിഷൻ കാണാനുണ്ടോ, കുറേ ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ വീണ്ടും വരാം, അപ്പോഴേക്കും ബൈ.